ഞങ്ങള് മണലൂര് പോവും, ഞങ്ങള് പുള്ളു പോവും, ഞങ്ങള് ലാലൂരിൽ പോവും. സ്വാഗതം ഓട്ടോറിക്ഷയുടെ പുതിയ എപ്പിസോഡിലേക്ക്. ഇന്ന് ഞങ്ങളുടെ സഞ്ചാരം തൃശ്ശൂർ ജില്ലയിലൂടെയാണ്. വരുന്നു. അങ്ങനെ നമ്മുടെ ഓട്ടോറിക്ഷ ഇപ്പോൾ ഇങ്ങനെ ഓടി നമ്മുടെ തൃശ്ശൂരിലെ ലാലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ഈ സ്ഥലം നമ്മൾ കാണുന്നത് പോലെ തന്നെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഏകദേശം എനിക്കൊന്നൊരു 1/2 കിലോമീറ്ററോളം ഫുൾ ഭയങ്കര ഡ്രൈ ആണ്, ഭയങ്കര ചൂടും അതുപോലെ നല്ല പൊടിയുണ്ട്. ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്ന ഒരു വേസ്റ്റ് പ്ലാന്റ് ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഗ്രീജിത്തിനോടൊപ്പം കുറച്ച് ചേട്ടന്മാരൊക്കെ ഉണ്ട്. കുറച്ചു നേരമായിട്ട് ഇങ്ങനെ ഈ ലാലൂരിലെ കാര്യങ്ങളൊക്കെ മിണ്ടിയും പറഞ്ഞിരിക്കുന്നു. ഈ ചേട്ടന്മാരൊക്കെ അന്നത്തെ ആ ഒരു ലാലൂർ പ്ലാന്റ് പൂട്ടിയിട്ട് ഇപ്പോൾ 8 വർഷത്തോളമായി അല്ലേ? 8 വർഷത്തിൽ മേലെയായിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലാണ് അത് പൂട്ടിയത്? വളരെ ദുസ്സഹമായിരുന്നു. അതൊരു വല്ലാത്തൊരു സമരത്തിന്റെ മുന്നോടിയായിട്ടാണ് പിന്നെ അത് പൂട്ടിയിട്ടുള്ളത്. അന്ന് പത്മശ്രീ യേശുദാസ്, കമാൽ പക്ഷേ ജസ്റ്റിസ്, അന്ന് മന്ത്രിയായിരുന്ന കുഞ്ഞാലിക്കുട്ടി, VS, അങ്ങനെ കുറേ ആൾക്കാരെ ഇടപെടലൊക്കെ ഉണ്ടായിരുന്നു. നിലവിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിലവിൽ ഇപ്പോൾ സമാധാന ജീവിതം നയിച്ചുകൊണ്ടിരിക്കണം. അത് ഇനി കുട്ടിച്ചോറാക്കാതിരുന്നാൽ നല്ലത്. അന്നത്തെ സമരത്തിന് നേതൃത്വം നൽകിയ ജോൺസൺ ചേട്ടൻ അവിടെ ഉണ്ട്. ചേട്ടാ, എങ്ങനെയായിരുന്നു അന്നത്തെ ഒരു സമരം? നിങ്ങൾ എല്ലാവരും കൂടിയാണല്ലോ ഈ ഒരു എന്ന് പറയുന്നത്. നമ്മളിവിടെ ഒരു ആദ്യമേ തന്നെ കുട്ടിക്കാലം മുതൽ തന്നെ സമരമുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങോട്ട് തിരിഞ്ഞു പോയിട്ടൊരു കോളനി ഉണ്ട്. അവിടെ രാജേഷ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സുഹൃത്തായിരുന്നു. എലിപ്പനി വന്ന് മരിക്കുകയാണ്. അതിന് വേറൊരു ചേട്ടൻ എലിപ്പനി വന്ന് 2 പേരും കൂടെ മരണപ്പെട്ടു. അതിൻ്റെ ഭാഗമായിട്ട് അന്ന് നമ്മൾക്ക് യുവാക്കളാണ് സമരം നല്ല രീതിയിൽ കൊണ്ടുപോയി. അല്ല, എന്തൊക്കെയായിരുന്നു ചേട്ടാ ഇവിടെ നിലവിൽ പ്രശ്നം? എന്തൊക്കെയാണ് ആരോഗ്യകരമായുള്ള പ്രശ്നങ്ങൾ? എന്തൊക്കെയായിരുന്നു ഈ പ്ലാന്റ് വന്നത്? ഇവിടെ ഒരു മാലിന്യ മല കത്തി, നിങ്ങൾക്ക് ഓർമ്മയുണ്ട് അത്? ഈ മാലിന്യ മല കത്തിയപ്പോൾ ഇവിടെയുള്ള ആളുകൾക്ക് മൊത്തം ശ്വാസമുട്ട്, അങ്ങനെ കുഞ്ഞുങ്ങളെ ഹോസ്പിറ്റലുകൾ പോക, ഒരു ആഴ്ചയോളം പോക, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. പോരാ, എത്ര പ്രശ്നങ്ങൾ പോരാ മാലിന്യം ഉള്ളപ്പോൾ. പിന്നെ ഞങ്ങൾക്കിവിടെ വെള്ളം നല്ല രീതിയിൽ കിട്ടില്ല. കിണറ്റിൽ മറ്റേ ഒരു ജാതി ഞോള പോലത്തെ ഒരു സാധനം വരും അത്. പിന്നെ ഈച്ച. ഇപ്പോൾ വീടുകളിലേക്ക് നമുക്കൊരു ചെറിയൊരു പെരുന്നാൾ, പള്ളി പെരുന്നാൾ വന്നാൽ പോലും ഈച്ചകളുടെ ശല്യം. അപ്പം ഞങ്ങൾ ഇതിൻ്റെ മണം കേട്ട് ഞങ്ങൾക്കത് ശീലമായി. നിങ്ങളെ പോലത്തെ ആളുകളൊക്കെ അവിടെ വന്നിരുന്ന അപ്പം തന്നെ നിങ്ങൾ പറയും എന്താ ഒരു പൊട്ട മണം വരണം എന്ന് പറയും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. പിന്നെ ഭൂരിഭാഗം കുഞ്ഞുങ്ങൾക്കും അസുഖങ്ങൾ, പിന്നെ ആരോഗ്യമില്ലാത്ത പ്രശ്നങ്ങൾ, പിന്നെ അംഗവൈകല്യത്തിൽ കുറേ പേരുകൾ ജനിക്കുന്നു, കുറേ പ്രശ്നം ഇതൊക്കെയാണ്. പിന്നെ നിലവിലൊരു 70 വയസ്സാകുമ്പോൾ ആളുകൾ രോഗികളായി മാറാം. അത് മാരകമായിട്ടുള്ള രോഗങ്ങൾ ആളുകൾക്ക് വന്നുപെടും. പിന്നെ യുവാക്കൾക്കായിട്ടുള്ള ആളുകൾക്ക് ആരോഗ്യക്കുറവ്, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. TB ഉള്ള ആളുകൾ ഒത്തിരി പേരുണ്ട് ഇവിടെ ഇപ്പോഴും ഉണ്ട്. TB പ്രശ്നങ്ങളൊക്കെ ആളുകൾ ഹോസ്പിറ്റലിൽ ചികിത്സയും കാര്യങ്ങളായിട്ട് നടക്കുന്നു. എന്തായാലും ഇപ്പം ആ ലാലൂര് ആ പ്രദേശത്ത് വേറെ പല പദ്ധതികളുമായിട്ട് സർക്കാർ മുന്നോട്ട് പോവുകയാണ്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇവിടുത്തെ ഒരു സാമൂഹ്യ പ്രവർത്തകയായിട്ടുള്ള ഒരു ചേച്ചിയുണ്ട്. എന്താ ചേച്ചിയുടെ പേരെന്താ? ഞാനിവിടെ ആശാവർക്കറാണ്. അമ്പലം ലക്ഷം ലാലൂര് ആണ് ഇവിടെ. ഇത് 8 വർഷം മുപ്പാടായിരുന്നു ഇതിൻ്റെ. ഇതിപ്പോൾ പൂർണ്ണമായും ഇതില്ല. ഇപ്പോൾ നല്ലൊരു ദൈവത്തിൻ്റെ നാടെന്ന് വിശേഷിപ്പിക്കുന്ന കേരളത്തിൽ ഇപ്പോൾ ലാലൂരിൻ്റെ ഞങ്ങൾക്ക് നല്ലൊരു സ്വപ്നമായി മാറിയാണ് ഈ കോംപ്ലക്സ് ഇത് വരുന്നത്. സ്പോർട്സ് ഇത് വരുന്നതോടുകൂടി നമുക്ക് കോംപ്ലക്സ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. ഞങ്ങൾ കുറേ അനുഭവിച്ചിട്ടുണ്ട്, കുറേ ഞങ്ങൾ സമരത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. അതിലൊക്കെ ഞങ്ങൾക്ക് സംതൃപ്തിയാണ് ഇപ്പോൾ ഉള്ളത്. 8 വർഷമായിട്ട് ഇവിടെ ഒരു വേസ്റ്റ് പോലും ഒരാൾ കൊണ്ടിടാൻ ഞങ്ങൾ അനുവദിക്കുന്നില്ല, കൊണ്ടുവരുന്നില്ല. ഒരുപാട് ബുദ്ധിമുട്ടിയ ഒരു ജനതയാണ്, ഒരു സമൂഹമാണ് ഈ ലാലൂരിലെ ആളുകൾ. എന്തായാലും അവരിപ്പോൾ വളരെ ഹാപ്പിയാണ്. ഒരു സ്പോർട്സ് കോംപ്ലക്സ് ഒക്കെയാണ് അവിടെ വരാൻ പോകുന്നത്. ഇലക്ഷൻ വരികയാണ്, ലോക്സഭാ ഇലക്ഷൻ വരികയാണ്. അപ്പോൾ നിലവിലെ ഇവിടുത്തെ ഒരു സ്ഥിതിവിശേഷം എങ്ങനെയാ? ഇലക്ഷന്റെ പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ എല്ലാ സംഘടനകളും തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ സ്ഥാനാർത്ഥി ആരാണെന്ന് പറയില്ല, അറിഞ്ഞിട്ടില്ല. ഇവിടെ നിലവിൽ LDFന്റെ സ്ഥാനാർത്ഥിയാണ് ജയദേവൻ സാർ.
ഇനിയിപ്പോൾ ആരാന്ന് അറിയില്ല. എന്നാലും നിങ്ങളുടെ ഒരു പ്രതീക്ഷ അനുസരിച്ച് ഇനിയും വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ അടുത്തതാരായിരിക്കും ഇവിടെ വിജയസാധ്യത കൂടുതലുള്ള ആർക്കായിരിക്കും? കണ്ടമാനം വോട്ടുള്ള നമുക്കത് പറയാൻ പറ്റില്ല. ഈ ലാലൂർ പ്രദേശത്ത് LDFന്റെ ശക്തി കേന്ദ്രമാണ്. ലാലൂർ ഈ മാലിന്യം ഈ നിൽക്കണ ഒരു 2ാം ബൂത്ത് എന്ന് പറയും. ആ ബൂത്തിൽ LDFന് ശക്തിയുള്ള ഒരു സ്ഥലമാണ്. ഞങ്ങൾ കാലങ്ങളായിട്ട് ഞങ്ങളൊരു 300 വോട്ടിന് താഴെ കൂടെ ലീഡ് ഞങ്ങൾ നൽകും. ആ ലീഡ് ഈ തവണ ലാലൂര് കഴിഞ്ഞ് ഇപ്പം പുല്ലാടി എന്നുള്ള ഒരു സ്ഥലം എത്തി. പുല്ലാടി കോൾപ്പടവ് സഹകരണ സംഘം. ഈ സ്ഥലം പറഞ്ഞതുപോലെ തന്നെ നല്ല മനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ. കാരണം നല്ലൊരു കുഞ്ഞു പാലം, ഈ പാലത്തിനപ്പുറം നല്ലൊരു പാടശേഖരം, നല്ല കാറ്റ് തന്നെയാണ് ഇങ്ങോട്ട് വീശിക്കൊണ്ടിരിക്കുന്നത്. ഇതിനപ്പുറം ഒരു കൃഷിയിടം ഉണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയാലോ? ഇവിടെ കുറച്ച് യൂത്തന്മാരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവർ ഭയങ്കര ഫോട്ടോഗ്രാഫിയിലാണ്. എന്താ കാൻഡിയുടെ ഫോട്ടോഗ്രാഫി ആണോ? ആ ഫോട്ടോഗ്രാഫർ എനിക്കൊന്ന് കാണണം. ഇവിടെ ഇത്ര പ്രശാന്ത സുന്ദരമായ സ്ഥലം, കുറേ പക്ഷികൾ ഇങ്ങനെ പാറിക്കിടക്കുന്നു, നല്ല പച്ചപ്പ്. ഇതൊക്കെ ഉണ്ടായിട്ടും ഇവൻ ഫോട്ടോ പിടിക്കുന്നത് ഇതാ ഇവന്റെയാ. ഞങ്ങളുടെ പ്രേക്ഷകരെ, ഇതാണ് നമ്മുടെ സുന്ദരമായ സുന്ദരൻ കുട്ടി. പിന്നെ വേറെന്താ, ഇലക്ഷനൊക്കെ അല്ലേ? വോട്ട് ചെയ്യില്ലേ? വോട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല. കന്നി വോട്ടാണ്. കന്നി വോട്ടാണ്. മതി. 18 വയസ്സ് ഈ അടുത്താണ് തികഞ്ഞത്. ഇദ്ദേഹത്തിന്റെ കന്നി വോട്ടാണ് അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ. അങ്ങനെ ആർക്ക് വോട്ട് ചെയ്യണം അങ്ങനെ വല്ലതും തീരുമാനിച്ചിട്ടുണ്ടോ? വോട്ട് ചെയ്യോ? അതിന് ID കാർഡ് കൊടുത്തിട്ടുള്ളൂ, കിട്ടിയിട്ടില്ല. അല്ലാതെ ഇലക്ഷൻ ആകുമ്പോഴേക്കും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലെത്തിക്കും. എങ്ങനെയുള്ള ആളുകൾക്കാണ് വോട്ട് ചെയ്യാനുള്ള ഒരു താല്പര്യം? നന്നായിട്ട് കാര്യങ്ങളൊക്കെ നടത്തുന്ന ആൾക്ക് ആണ്. ഇവനോട് ചോദിച്ചപ്പോൾ കന്യോട്ട് തന്നെയാണ്. പക്ഷെ ഈ വോട്ടിങ്ങിനോടും താല്പര്യമില്ല. വോട്ട് ചെയ്യില്ലേ? ചെയ്യണമെങ്കിൽ ചെയ്യാം. അങ്ങനെ പറയരുത്. വോട്ടൊക്കെ അല്ല, ഞാൻ ഇപ്പൊ ഇതുവരെ വോട്ട് ചെയ്യാൻ ആലോചിച്ചിട്ടില്ല. എനിക്ക് താല്പര്യമില്ല അതിനെ പറ്റിയിട്ട്. ആണോ? വോട്ട് ചെയ്യണം. വോട്ട് നമ്മുടെ അവകാശമല്ലേ? അവകാശം തന്നെയാ. അല്ലേ, ഏത് തരത്തിലുള്ള സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാനാണ് ഇഷ്ടം? അതൊന്ന് ചോദിച്ചാ ഈ സ്ഥാനാർത്ഥിയുടെ അതൊന്നും എനിക്കറിയില്ല. വ്യക്തികളെ നോക്കിയാണോ, അവരുടെ പ്രവർത്തനത്തെ നോക്കിയാണോ നിങ്ങൾ വോട്ട് ചെയ്യുന്നത്? ഈ പ്രവർത്തനങ്ങൾ ഇപ്പൊ പറയാൻ എടുത്തു പറയാൻ ആർക്കും അത്രയ്ക്കൊന്നും ഇല്ല. ഇല്ല. എങ്ങനെ ആവണം ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരൻ, ഒരു സ്ഥാനാർത്ഥി എങ്ങനെ ആവണം എന്നാണ് എൻ്റെ വിചാരം? അങ്ങനെയല്ല, എല്ലാവർക്കും ഒരു സഹായം ചെയ്ത് കുറച്ച് സോഷ്യൽ സർവീസും അങ്ങനെയൊക്കെ ആയിട്ട്. അതെ, എല്ലാവർക്കും സഹായം ചെയ്യുന്ന ആളുകൾക്ക് വോട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഇതിനിടയിൽ അപ്പുറത്ത് ട്രൗസറൊക്കെ ഇട്ട് അടുത്ത ഒരു 2 വർഷത്തിന് ശേഷം 18 ചെയ്യാൻ സാധ്യതയുള്ള നീല ബനിയനിട്ട ഒരു യുവാവ്, ഫ്രീക്ക് യുവാവ് ഇവിടെ നിൽക്കുന്നുണ്ട്. എത്ര വയസ്സായിടാ? 16. കറക്റ്റാ. 2 വർഷം കഴിഞ്ഞാൽ വോട്ട് ചെയ്യാം. എന്താ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടൊക്കെ എങ്ങനെയാ? ഇപ്പോ അങ്ങനെ വലിയ കഷ്ടപ്പാടൊന്നും 2 കൊല്ലം ആകുമ്പോഴേക്ക് കാഴ്ചപ്പാടൊക്കെ രൂപപ്പെട്ട് വരുമോ? വരും. കുറച്ച് നാണൻകുണികളാണ് ഇവരെന്ന് തോന്നുന്നല്ലേ? നാണൻകുണികളാണെങ്കിലും അവർ ഊർജ്ജസ്വലരായ ചെറുപ്പക്കാരാണ്, നാളെയുടെ പൗരന്മാരാണ്. തൽക്കാലം നമുക്ക് ഇവരുടെ അടുത്തുനിന്ന് പോവാം. എല്ലാവരും വോട്ടൊക്കെ എന്തായാലും ഉറപ്പാക്കണം കേട്ടോ. അപ്പൊ കാണാം. കുറച്ച് പേര് ഇവിടെ നിൽക്കുന്നുണ്ട്. റേച്ചലെ ഈ കലങ്കിൽ കുറച്ച് പേര് നിൽക്കുകയാണ്. കണ്ടിട്ട് കുറച്ച് ഗൗരവമൊക്കെ ഉള്ളവരെ പോലെ ഏതോ സംഘടനയുടെ നേതാക്കന്മാരാണെന്ന് തോന്നുന്നു. എൻ്റെ വീട് ഇവിടെ അടുത്താണ്, വെങ്കിടങ്ങാണ്. ഇവിടെ അടുത്താണ്. നാടൻ പാട്ടൊക്കെ പാടുന്ന മണിച്ചാടിന്റെ ഏരിയ ആയിരുന്നത് ആദ്യം. അടിപൊളി. ഇവിടെ നിന്ന് മണിച്ചാടൻ പോയത് അങ്ങോട്ട്. നാടൻ പാട്ടൊക്കെ പാടുന്ന പാടുന്ന ആൾക്കാർ പുറത്തിറങ്ങാം. ആലങ്ങട്ടങ്ങാടി കാള കളിക്കുമ്പോ കാലം ചെറുതാടിയേ പെണ്ണെ താലം പിടിച്ചു നടക്കണ പ്രായത്തിലാരു ചതിച്ചതടി. കുന്നും ചെരുവും മറ പറ്റി പോകുമ്പോൾ ഞാനും കൂടെ ഇല്ലേ പെണ്ണെ. കുന്നും മറഞ്ഞു നീ പോകുമ്പോൾ എന്തിന് കണ്ണു നിറഞ്ഞിടണേ.
ആലങ്ങട്ടങ്ങാടി കാള കളിക്കുമ്പോ കാലം ചെറുതാടേ പെണ്ണെ താലം പിടിച്ചു നടക്കണ പ്രായത്തിൽ ആരു ചതിച്ചതാടേ. ചേട്ടന്റെ പേരെന്താ പറഞ്ഞത്? ഓ ഗിരീഷ് കി ജയ്. ഓ രക്ഷയില്ല. ഗംഭീരായിട്ട് പാടി. ഇലക്ഷനാണ് വരുന്നത്, ലോക്സഭാ ഇലക്ഷൻ. ഈ മണ്ഡലത്തിൽ എങ്ങനെയാ സാധ്യതകളൊക്കെ? സാധ്യതകൾ ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ലോ, എല്ലാവരും ഈ പറഞ്ഞ ഇതിലല്ല നിൽക്കണേ. നല്ല ടൈറ്റ് മത്സരമാണ്. ടൈറ്റ് മത്സരമായിരിക്കും. പൊതുവേ ഒരു ഇടതുപക്ഷത്തിന് മേൽക്കൈയുള്ള ഒരു മണ്ഡലമാണ്. ഇത്തവണ അത് ഉണ്ടാവില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണ്. അത് എന്തുകൊണ്ടാ? അതിപ്പോ ഓരോ ഭരണം മാറി മാറി വരുന്നതല്ലേ. BJP സ്ഥാനം എന്ന് പറയാം ഈ പ്രാവശ്യം. നമ്മൾ പറയുന്നത് BJP ആണ്. നമ്മള് കൂടുതൽ ചായ പിടിക്കാവല്ലോ. അങ്ങനെ തന്നെയാണോ ചേട്ടൻ്റെ അഭിപ്രായം? എന്താ അങ്ങനെയാണോ പറയുന്നത്? BJP തന്നെ ഇവിടെ ജയിക്കുന്ന ഉറപ്പിച്ച് പറയാം. ചേട്ടനോ? മറ്റേ കേന്ദ്ര സർക്കാരിന്റെ കുറെ അനുകൂലങ്ങളായിട്ട് കുറെ ആളുകൾ ഇവിടെ കൃഷിയിൽ കൂടുതൽ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ടൊക്കെ അവർക്ക് ഇപ്പൊ ഈ സംഭവത്തെ കുറിച്ചിട്ട് 6 സെന്റിൽ താഴെയുള്ള ആൾക്കാർക്കൊക്കെ ഈ 6,000 രൂപ വെച്ച് കിട്ടുന്ന കാരണം എല്ലാവർക്കും ഒരു ഇതാണ്. അപ്പൊ അതൊക്കെ ഒരു ഇതാണ്. ഇപ്പൊ ഈ വെള്ളപ്പൊക്കത്തിൽ തന്നെ കാശ് കിട്ടിയില്ല ആൾക്കാർക്ക്, ഇപ്പോഴും കിട്ടാണ്ട് 10,000 രൂപ. എന്റെ വീട് വരെ വെള്ളത്തിലായിരുന്നു. ഞങ്ങൾ ഇതൊരു നാടൻ പാട്ടാണ് പാടിയിരുന്നു വെള്ളം വന്നപ്പോ. അതതിലും വലിയ കാര്യം. ആ പാട്ടൊക്കെ ഞങ്ങള് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കാണുമ്പോ ഭയങ്കര രസമാവും. മുങ്ങിത്താഴുന്ന വീടുകൾ എന്നിട്ടാണ് ഞങ്ങളത് എഴുതിണ്ടാക്കില്ല തന്നെ. അത് ഭയങ്കര രസമാണ്. അങ്ങനെ ഇപ്പൊ കേന്ദ്ര സർക്കാർ കുറെ അനുകൂലങ്ങളും കാര്യങ്ങളുണ്ടായ കാരണം ഇപ്പോൾ ചെറിയ മാറ്റങ്ങളുണ്ട്. BJPക്ക് ഭയങ്കര സപ്പോർട്ടുള്ള ഏരിയയാണ് മൊത്തം ഈ തൃശ്ശൂർ ജില്ല. അതുകൊണ്ട് ഇപ്പോൾ ചിലപ്പോൾ പരമാവധി പിടിക്കും. എങ്ങനെയുള്ള സഹായങ്ങളാണ് നിങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടിയെന്ന് പറയുന്നത്? ഇപ്പോൾ നമ്മളിതിപ്പോൾ അത് കുറെ ആളുകൾ ഇപ്പോൾ പലിശക്ക് എടുക്കുന്ന ആൾക്കാർ അത് എടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ മോദിയുടെ പുതിയ ഇത് വന്നില്ലേ, അതായത് മുദ്ര ബാങ്ക്, അതൊക്കെ ഭയങ്കര ഇതാണ്. അത് ശരിക്കും അനുയോജ്യമായി കിട്ടണമെങ്കിൽ ആ പാർട്ടിയുടെ നേതാക്കന്മാരെ തന്നെ പിടിക്കണം. അത് ബാങ്കിൽ പോയിട്ട് കിട്ടില്ല നമുക്ക്. കാരണം വെച്ചാൽ ബാങ്കിലുള്ളവരൊക്കെ ബാക്കിലേക്ക് പിടിച്ചിട്ട് നമ്മൾ ചെരുപ്പാണ്ട് പറയില്ല, സിനിമയിൽ പോകുമ്പോൾ ചെരുപ്പ് തന്നിട്ട് കാര്യമില്ല, നേരിട്ട് സംസാരിച്ചിട്ട് കാര്യമുള്ളൂ, ബാങ്കിൽ കൂടെ പൈസ കൊടുക്കണം എന്നൊക്കെ പറയും. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ആളുകളെ കുറിച്ച് നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ വിളിക്കാൻ അവർ വേഗം പാസ്സാക്കി വരും. എന്ന് വെച്ചാൽ അവർക്ക് അതിന് അനുകൂലങ്ങളുണ്ട് കിട്ടുന്നുണ്ട്. അതായത് നമുക്കത് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരത് നമ്മൾ പറയുമ്പോൾ വേഗം റെഡിയാക്കി തന്നെ അവർ വോട്ട് കയറാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് അവർക്ക് വോട്ട് കയറും പ്രാവശ്യം. എന്താണെങ്കിലും കേന്ദ്ര സർക്കാർ നടത്തുന്ന ചില വികസന പ്രവർത്തനങ്ങൾ ഇവിടെ BJPക്ക് മേൽക്കൈ ഉണ്ടാക്കും എന്നാണ് നമ്മുടെ ഈ ചേട്ടന്മാരൊക്കെ നമ്മളോട് പങ്കുവച്ചത്. കുന്നോളം കടം വാങ്ങിയിട്ട് കുന്നും കയറിയിറങ്ങി ഞാൻ, കൂടും നാടും നീങ്ങിയിട്ടും കുലുങ്ങാതങ്ങനെ നിന്നു ഞാൻ, കുന്നിച്ചിരുദേവി കൂകി വിളിക്കുന്നു, കത്തുന്ന കണ്ണുമായി കൂമനുണരുന്നു, കുത്തുന്ന വാക്കുമായി നത്തു ചിലച്ചു, കുട്ടി വരച്ചു കരിയോളമെത്തുന്നു, കുലുങ്ങാതങ്ങനെ നിന്നു ഞാൻ, കുന്നോളം കടം വാങ്ങിയിട്ട് കുന്നും കയറിയിറങ്ങി ഞാൻ, കൂടും നാടും നീങ്ങിയിട്ടും കുലുങ്ങാതങ്ങനെ നിന്നു ഞാൻ. ഇത് മണിച്ചേട്ടനെ കുറിച്ചുള്ള പാട്ടാണ്. അതങ്ങനെയാണ് സംഭവം. എന്തൊക്കെ വന്നാലും കുലുങ്ങാതെ നിൽക്കുന്ന ഒരു മനുഷ്യനാണെന്ന് തോന്നുന്നു. അതാണ് മണിച്ചേട്ടൻ അറിഞ്ഞത്. അതാണ് ഈ മണിച്ചേട്ടൻ ഈ പാട്ട് പാടാൻ കാരണം. മതി പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചാൽ മതി. വാ ഒരു ചായ കുടിക്കാം. ഞങ്ങളിപ്പോ അടാട്ടിലെ ബാബുചേട്ടന്റെ ചായക്കടയിലേക്കാണ് പോകുന്നത്. നമുക്കറിയാം, ഒരു പാടത്തിന് ഒത്ത നടുക്കായിട്ട് ഒരു ചെറിയ ചായക്കട, ഓലയൊക്കെ മേഞ്ഞ ചായക്കട. അതിന് ഒരു വശത്തായിട്ട് 2 കാരണവന്മാർ ഇരിക്കുന്നുണ്ട്. നമുക്ക് ആ മുതിർന്നവരിൽ നിന്ന് തന്നെ തുടങ്ങാം എന്ന് വിചാരിക്കുന്നു. ചേട്ടന്മാരെ സുഖല്ലേ? എന്താ പേരെന്താ? കുമാരേട്ടൻ. അടാട്ടിലെ കുമാരേട്ടനാണിത്. ചേട്ടന്റെ പേരെന്താ? എന്തുകൊണ്ട് വിശേഷം? കൃഷിയൊക്കെ എങ്ങനെ പോകുന്നു? ആ പ്രളയത്തിന്റെ ശേഷം നല്ല വിളവെടുപ്പൊക്കെ ഉണ്ടോ? ഈച്ചക്കേടുണ്ട്. ബാക്കി എല്ലാം കൊണ്ട് ഉത്തവണ ഓക്കെയാണ് അല്ലേ? അത് ശരി. ഇലക്ഷനൊക്കെ അടുത്ത് വരികയാണ്. എന്താ ഒരു ചിരി ഇലക്ഷൻ അടുത്ത് വരിക എന്ന് പറഞ്ഞപ്പോ? ഇവിടുത്തെ ഇലക്ഷൻ ഒക്കെ നല്ല ചൂടായി തുടങ്ങിയോ? അതോ ഇവിടെ തുടങ്ങിയിട്ടില്ല, ചൂടായിട്ടില്ല, ചൂടാവാൻ പോണു, ആയിട്ടില്ല. ചൂടായി കഴിഞ്ഞ ഒരു ചൂടാവല അല്ലേ? അല്ലാണ്ട് നീട്ടി ആദ്യം തൊട്ട് തുടങ്ങില്ല ഇവിടെ. നമ്മുടെ ഈ അടാറിന്റെ പുല്ലുഴി അടാട്ടിന്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം എങ്ങനെയാ ഇവിടത്തെ? രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു അന്തരീക്ഷമാണ് രാഷ്ട്രീയത്തിൻ്റെ ഇവിടെ കാണുന്നത്. ഇപ്പോൾ LDF ആണ് ഇവിടെ കൂടുതൽ ഭൂരിപക്ഷം നിൽക്കുന്നത്.
എല്ലാം കൊണ്ടും നല്ല അന്തരീക്ഷം, ഒരു കുഴപ്പമില്ല. പണിക്കാർക്ക് അത്യാവശ്യം വർക്ക്. വികസന പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞ 5 വർഷം എങ്ങനെയായിരുന്നു ഇവിടുത്തെ? ഈ വികസനങ്ങൾ എടുത്ത് പെട്ടെന്ന് അധികമായിട്ട് പറയാനില്ലേ. വികസനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം വികസനം അല്ലാണ്ട് താഴോട്ട് പോകുന്നില്ലല്ലോ. ചേട്ടാ എത്ര വർഷം ഇവിടെ കട? ഞാൻ 3 വർഷമായി ഇവിടെ. 3 വർഷം. എങ്ങനെ പോകുന്നു? കുഴപ്പമൊന്നുമില്ല, ജീവിച്ചു പോവാം. ആണോ? എല്ലാവരും പണിക്കാരൊക്കെ വന്ന് ഭക്ഷണം കഴിക്കും. അതിന് മുൻപ് എന്ത് ചെയ്യായിരുന്നു? മുൻപ് എനിക്ക് വാർപ്പായിരുന്നു, വാർപ്പിന്റെ വർക്ക് പണിയായിരുന്നു. ഇവിടെ എങ്ങനെ നല്ലൊരു അന്തരീക്ഷം വൈകുന്നേരം ആകുമ്പോഴേക്കും ഫസ്റ്റില് ഞാൻ ഇവിടെ കട വെച്ചത്. അന്ന് വലിയ കച്ചവടം ഉണ്ടായിരുന്നില്ല, അന്ന് ചെറിയ ഓലക്കൂട്ടില് പോലെ ആയിരുന്നു. ഇപ്പൊ ബാബുചേട്ടന്റെ ചായ കുടിക്കാനായിട്ട് നാടിന്റെ കൂടി ഒരുപാട് ആളുകൾ എല്ലാവരും വരും. ആണല്ലേ? കൂടുതൽ പണിക്കാരാണ്? കൂടുതൽ പണിക്കാരും പിന്നെ പുറമെന്ന് വരുന്ന ആൾക്കാരൊക്കെ വരും. രാഷ്ട്രീയ ചർച്ചകളൊക്കെ നടക്കാറുണ്ടോ ഈ ചായക്കടയ്ക്കുള്ളിൽ? അത് നമ്മളിപ്പോ ശ്രദ്ധിക്കാറില്ല. ചർച്ച പിന്നീട് അടിയിൽ കലാശിക്കാറുണ്ടോ? ഇല്ല, അങ്ങനത്തെ ഭയങ്കര സൗഹാർദ്ദപരമായിട്ടുള്ള ചർച്ചകളൊക്കെ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അടി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും. എന്തൊക്കെ പറഞ്ഞാലും ഈ ഏത് സംഘടനയുടെ ആളുകളാണ് ഇവിടെ കൂടുതലുള്ളത്? ഇവിടെ എല്ലാവരും ഉണ്ട്. സംഘടന എന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമില്ല. പാടത്തെ പണിക്കാരില്ല കംപ്ലീറ്റ്. CPM ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, BJP ഉണ്ട്, എല്ലാവരും ഉണ്ടല്ലേ? ഇവിടെ അങ്ങനെ നടക്കില്ല. ഒന്ന് തല്ലൂടാൻ അതിനൊന്നും പറ്റില്ല. എല്ലാവരും അയക്കുന്നു. ജയിക്കുമെന്ന് തോന്നുന്ന ആൾക്കാണോ വോട്ട് ചെയ്യാറ്? അങ്ങനെയാണോ? ഭൂരിപക്ഷം നമുക്കറിയാലോ. സ്ഥാനാർത്ഥികളൊന്ന് ശ്രദ്ധിക്കണം. ഇദ്ദേഹം ജയിക്കും എന്ന് തോന്നുന്ന ആളുകൾക്ക് മാത്രം വോട്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അല്ല, അങ്ങനെ വോട്ട് ചെയ്തിട്ടുള്ളവരെല്ലാം ജയിച്ചിട്ടുണ്ടെന്നാണ് ചേട്ടൻ പറയുന്നത്, അല്ലയോ? ആരാ ഗുണം ചെയ്യണമെന്ന് വെച്ചാല് അവർക്ക് വോട്ട് ചെയ്യും. ഇത്തവണ ആരാ ഗുണം ചെയ്തത് ഇതുവരെയുള്ള ഒരു 5 വർഷക്കാലം? പറയാറായിട്ടില്ല, അത് കുറച്ചുകൂടി കഴിയുന്നുണ്ട്. പറയാറായില്ല എന്ന് പറഞ്ഞാൽ അടുത്ത 2 മാസത്തിനുള്ളിൽ ഇലക്ഷൻ വരില്ല. ഇനിയിപ്പോ എന്ത് പറയാറായില്ല? അല്ല, അത് ഇപ്പൊ തന്നെ തീരുമാനം എടുക്കില്ല. ഏകദേശം അതിന്റെ അടുത്ത് കണ്ടിട്ട് ഒരാഴ്ചയിലുള്ളിലേക്ക് ആവുള്ളൂ. രഹസ്യമായ ഒരു തീരുമാനമായിരിക്കും അത്. അതാണ്. ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കാൻ നേരമാണ് ദാണ്ട്ര നമ്മുടെ ഒരു ചേച്ചി ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിതയായി ഇപ്പോൾ ഒരു കട്ടനൊക്കെ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേച്ചിയുടെ പേരെന്നാ? സീത. ചേച്ചി ഇവിടെ എന്നൊക്കെ ജോലിയാ ചെയ്യുന്നേ? ഇവിടെ നെല്ല് പോയ നടും, പുല്ല് വലിക്കും, പിന്നെ കറ്റ മെതിക്കും, എല്ലാ പണിയും ചെയ്യും. എല്ലാ പണിയും ചെയ്യും. എത്ര വർഷമായി ചേച്ചി ഇവിടെ ഇപ്പോൾ നിന്നിട്ട്? ഇവിടെ ഇപ്പോൾ വന്നിട്ട് ഞാൻ ഒരു 4-5 വർഷമായിട്ടുണ്ട്. എങ്ങനെ വോട്ടൊക്കെ ചെയ്യാറുള്ള ആളാണോ? അപ്പം ഈ വർഷം ഈ മണ്ഡലത്തിൽ ആരായിരിക്കും കൂടുതൽ സാധ്യത, ആർക്കായിരിക്കും എന്നൊന്ന്? അതൊന്നും എനിക്ക് അങ്ങനെ വ്യക്തമായിട്ട് പറയാൻ അറിയില്ല. എന്നാലും കോൺഗ്രസ് തന്നെയാണെന്ന് തോന്നുന്നു. ചേച്ചി ഉറച്ചു തന്നെ നിൽക്കുകയാണ്, കോൺഗ്രസ് തന്നെ ആയിരിക്കുമെന്ന്. പുറത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് കോൺഗ്രസ്സുകാരിയാണെന്ന് ആണോ? അല്ല, നമുക്കിപ്പോൾ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ലല്ലോ. ഞങ്ങളിപ്പോൾ അതിൽ പുതിയതായിട്ട് ചേർന്ന്, ഞങ്ങൾ മാർക്സിസ്റ്റിലായിരുന്നു. അത് പിന്നീടാണ് പിന്നെ ഇതിലേക്കിപ്പോൾ ചേർന്നിട്ട് 2 വർഷം ആയി ഞങ്ങൾ കോൺഗ്രസ്സിൽ. എല്ലാം പുറത്തോട്ട് വരട്ടെ. ഇവിടെ എങ്ങനെയാ ചേച്ചി വികസനത്തിന്റെ കാര്യത്തിലൊക്കെ എങ്ങനെയാണ്? ഇവിടെ അത്യാവശ്യം നിങ്ങൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ? ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ വീട്ടിൽ ഇവിടെ കൊയ്യാൻ വന്നാലും എല്ലാത്തിനും പണിക്കും ഒക്കെ ഞങ്ങൾ കൂടുതൽ കൃഷി ഇങ്ങനെ ഓരോ പണിക്കാരുടെ കൃഷികൾ ചെയ്തു കൊടുക്കും. ഇപ്പം മരുന്നടിക്കാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ, ചേട്ടനും ഞാനും കൂടിയിട്ട്. അപ്പോൾ ചേട്ടനെല്ലാം സഹായം ചെയ്തു കൊടുക്കും. പിന്നെ നെല്ല് പുല്ല് വലിക്കുകയും എല്ലാതും ചെയ്യും ഞങ്ങൾ. ചേച്ചി ചേട്ടനെ സഹായിക്കും, പാടത്തെ പണികളെല്ലാം ചെയ്യും, വീട്ടിലെ ജോലിയെല്ലാം ചെയ്യും. ചേച്ചി ഒരു എല്ലാ രീതിയിലും ഒരു ഓൾറൗണ്ടറാണ്. വണ്ടി വരുന്നുണ്ടോ? ചേച്ചിമാരപ്പുറത്താ. അതെ, ഇവിടെയാണ് നമ്മുടെ കൊച്ചു ചേച്ചിമാരൊക്കെ ഇരിക്കുന്നത്. ചേച്ചിമാരെ എവിടെ പോയിട്ട് വരുവാ?
പാടത്ത് പണിക്ക് വരുവാ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ പുത്തങ്കോള് ചാല് വൃത്തിയാക്കല് ഇന്ന് ചാല് വൃത്തിയാക്കലായിരുന്നു ദിവസങ്ങളിലൊക്കെ എന്തായിരുന്നു? ഞങ്ങൾക്ക് ഇവിടെ ഒരു മാസമായി ഇവിടെ ആയിട്ട് ഡിസംബർ ജനുവരി 25 തീയതി തുടങ്ങിയതാ. ആണോ? ഈ വ്യാഴാഴ്ച അവസാനിക്കും. 110 തൊഴിൽ ദിനങ്ങളില്ലേ? 150 ഉണ്ട് ഇപ്പൊ. അല്ല മറ്റേ അപ്പോഴേക്കും ചാല് വൃത്തിയായി തരുമോ? ഒരു മാസത്തെ ഇവിടുത്തെ കഴിഞ്ഞു. ഇനി നമുക്ക് താഴത്ത്. ഇന്നത്തെ പണി എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നത്തെ പണി കുഴപ്പമുണ്ടായില്ല, അങ്ങനെ പോണു. അപ്പൊ ഞങ്ങൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഇപ്പം നിങ്ങളെ അടുത്തേക്ക് വന്നത്. തെരഞ്ഞെടുപ്പിന് മുൻപ് സ്ഥാനാർത്ഥികളൊക്കെ നിങ്ങളെ കാണാൻ വരുന്നതിന് മുൻപ് ഞങ്ങൾ നിങ്ങളെ കാണാൻ വന്നത്. അടിപൊളി. എന്തെങ്കിലും പറയണേ ഇപ്പൊ? രഹസ്യമായിട്ട് ഞങ്ങളോട് പറഞ്ഞോ ആർക്കായിരിക്കും ഈ പ്രാവശ്യം വോട്ട് പോകുന്നതെന്ന്. രഹസ്യം ഞങ്ങൾ ആരോടും പറയത്തില്ല. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്ക് ഞങ്ങൾ ചെയ്യും. അല്ലാണ്ട് ഒരാൾക്ക് തരാമെന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾ ആരും തന്നെ ആൾക്ക് ചെയ്യും. ചേച്ചിക്ക് അങ്ങനെയാണോ? ജയിച്ച പാർട്ടിക്ക് വോട്ട് ചെയ്യും. അല്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലല്ലേ ജയിക്കുള്ളൂ. ജയിച്ച പാർട്ടിക്ക് അപ്പൊ എങ്ങനെയാ വോട്ട് ചെയ്യാ? ജയസാധ്യത നോക്കി ഏതാണോ അതിന് നിങ്ങൾ വോട്ട് ചെയ്യ. അടിപൊളി. ഒരു സ്ഥാനാർത്ഥി നിങ്ങളുടെ മുന്നിൽ പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ ആവശ്യങ്ങളാണ് സ്ഥാനാർത്ഥിയുടെ മുന്നിൽ പറയാ? മുമ്പിൽ എല്ലാവരും പറഞ്ഞാൽ അല്ലാതും അതുപോലെ ശരിയാക്കിട്ടുണ്ട്. ഞങ്ങളുടെ വഴി തന്നെ ശരിയാക്കാൻ പറഞ്ഞിട്ട് കാലത്തിൽ എന്നിട്ട് സ്ഥാനാർത്ഥിയുടെ മുമ്പിൽ പറയാത്തൊരു വഴി അവിടെ അമ്പലങ്കാവ് പ്രിയദർശിനി ബസ് സ്റ്റോപ്പിന്റെ താഴ്ത്തിക്ക് ഇറങ്ങി. ആ പ്രിയദർശിനി ബസ് സ്റ്റോപ്പ് അത് ഞങ്ങളുടെ അടുക്ക് പഞ്ചായത്തിൽ വഴി അറിയില്ല എന്ന് പറഞ്ഞ വീട്ടിൽ നിന്ന് ഇതൊക്കെ പഞ്ചായത്തിൽ കയറി റേഷൻ കാർഡൊക്കെ വഴി മാത്രം പഞ്ചായത്തുകാർ അറിയില്ല. അത് എത്ര ആൾക്കാരോട് പറഞ്ഞിട്ട് ഇതുവരെ വന്നിട്ട് പിന്നെ ഏത് സ്ഥാനാർത്ഥിയോട് പറയുന്നു? ചേച്ചി ഭയങ്കര ക്ഷുഭിതയാണ്. പ്രിയദർശിനി റോഡ് ശരിയാക്കിയില്ലെങ്കിൽ പ്രിയദർശിനി റോഡ് ശരിയാക്കാതെ സ്ഥാനാർത്ഥി ഇനി ആ വഴിക്ക് പോകണ്ട. പ്രിയദർശിനി ബസ്സപ്പ് വഴി വരെ ഞങ്ങളുടെ വഴിക്ക് നന്നാക്കിയിട്ടില്ല, അല്ലാത്ത വഴിക്ക് നന്നാക്കാതെ താറ് കൊടുത്തിട്ടുണ്ട് അവര്. എല്ലാം ശരിയാവുന്നാണല്ലോ, അപ്പൊ നിങ്ങളുടെ കാര്യവും ശരിയാവും. അങ്ങനെ ആവുന്നു വിചാരിക്കുക. എന്തായാലും നമുക്ക് ഇവരെ പറഞ്ഞേക്കാന്നാ തോന്നുന്നു. കാരണം വണ്ടിയൊക്കെ തടഞ്ഞു നിർത്തി സംസാരിപ്പിച്ചാണ്. ചേച്ചി ഇപ്പം നിലവിൽ ക്ഷോഭം കൊണ്ട് പൊട്ടി വിളിച്ചു നിൽക്കുകയാണ്. ഒരു പക്ഷെ നമ്മളെ എടുത്ത് തല്ലാൻ വരെ സാധ്യതയുണ്ട്. അപ്പൊ ശരി, കാണാം. പോട്ടെ പോട്ടെ, വണ്ടി പോട്ടെ, വണ്ടി പോട്ടെ. പുല്ലടിയിലെയും അടാട്ടിലെയും സുന്ദരമായ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ തീരുന്നില്ല. പക്ഷെ എന്ത് ചെയ്യാനാ, നമുക്ക് പോയല്ലേ പറ്റൂ. അങ്ങേര് സൂര്യൻ ഇപ്പൊ പോവും, ഞങ്ങളും പോവാൻ പോവാ. അപ്പോ നാളെ കാണാം.